ഇന്ന് നമുക്ക് സിബ്ബ് വെക്കുന്നത് എങ്ങനെ നോക്കാം കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സിബ്ബ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വെച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സിബ്ബ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള സിബ്ബ് തന്നെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ബ്ലാക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുണിയുടെ അതേ കളർ സിബ്ബ് കിട്ടുമെങ്കിൽ അതിനെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഞാനൊരു ഗൗണിൻ്റെ ബോഡി പാർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലാണ് നമുക്ക് ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സിബ്ബ് ഫുള്ളായിട്ട് വെച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്കിതിൽ സെൻറ്റർ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് മുന്നേ ലൈനിങ് നമ്മൾ ചുറ്റുഭാഗം ഒന്ന് പിടിപ്പിക്കണം കേട്ടോ, അതിൻ്റെ മുകളിൽ ടോപ്പിൻ്റെ മുകളിൽ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കൈക്കുഴി നെക്കൊക്കെ കറക്റ്റായിട്ട് വെക്കുക. എന്നതിന് ശേഷം നമുക്കിതിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് തയ്ച്ചെടുക്കാനുണ്ട് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സിബ്ബ് വെച്ചെടുക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് നിവർത്തി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ ഫുള്ളായിട്ട്. ഇത് ഗൗണാണ്. അപ്പോൾ ഈ ടോപ്പിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് സിബ്ബ് വെച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്ക് തയ്ച്ചെടുത്തിട്ടില്ല കേട്ടോ. നെക്ക് നമുക്ക് സിബ്ബ് വെച്ചതിന് ശേഷം തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇതേപോലെ സെൻറ്റർ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സെൻറ്റർ വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് അകലം വിട്ടുകൊണ്ട് 2 സൈഡിലൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വരയുടെ 2 സൈഡിലേക്കുമായിട്ട് 1/4 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഇതേപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കുക കേട്ടോ. അവസാനം അറ്റം വരെ ഞാൻ എത്തിക്കുന്നില്ല. ഒരു ഇഞ്ചൊക്കെ മേലേക്കാക്കി, ഒരു 1.5 ഇഞ്ചൊക്കെ മേലേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് നമുക്ക് ആ 1/4 ഇഞ്ച് 2 സൈഡിലേക്കൊന്ന് കോണായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിലൂടെ അല്ല കേട്ടോ, നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്തത് വിട്ടിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെ വേണം അടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കൂടെ അടി കൊണ്ടുപോകരുത്, സെൻറ്ററിലൂടെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ കൂടെ അടിച്ച് വന്നിട്ട് ലാസ്റ്റ് നമ്മളവിടെ എത്തുമ്പോൾ നമ്മൾ ആ ചിരിച്ചിട്ട് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ ഷേപ്പിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കുക കേട്ടോ. ആ കോണ് പോലെ ആ അടിവശം അതേ ആ ഷേപ്പിൽ തന്നെ നമുക്ക് തയ്ച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ സൈഡിൽ കൂടെ മുകളിലേക്ക് കയറ്റിയടിക്കുകയാണ് ചെയ്യുന്നത്. ആ കോൺ ഭാഗം അതേ ഷേപ്പിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് പൊളിച്ചു കൊടുക്കാം കേട്ടോ. സെൻറ്ററിൽ നമ്മൾ നേരത്തെ ഫസ്റ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തയ്ച്ചതിൻ്റെ മുകളിൽ കട്ടിങ് കൊള്ളരുത് കേട്ടോ, കത്ര കൊള്ളരുത്. എന്നിട്ട് നേരെ താഴത്തേക്ക് വെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സിബ്ബ് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സിബ്ബ് വെക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അതേ കളറിൽ സിബ്ബ് കിട്ടുകയാണെങ്കിൽ അതേ കളർ സിബ്ബ് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്താ പറയുക, വേറെ കളർ സിബ്ബ് വെക്കുന്നതിനേക്കാളും ഒന്നുകൂടി വൃത്തി ഉണ്ടാവുക നമുക്ക് സെയിം കളറാകുമ്പോഴാണ്. ഇനി നമുക്ക് ഇത് നേരെ നല്ല വശം നിവർത്തി വെച്ചിട്ട് നമ്മുടെ സിബ്ബ് ഓപ്പൺ ചെയ്യുക. എപ്പോഴും നമ്മൾ സിബ്ബ് വെക്കുന്നതിന് മുന്നേ 1-2 പ്രാവശ്യം സിബ്ബ് ഒന്ന് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണം കേട്ടോ. കാരണം സിബ്ബ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിബ്ബ് വെച്ചതിന് ശേഷം പിന്നെ അത് അയച്ചെടുക്കൽ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിബ്ബ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് തുണിയുടെ നല്ല വശവും സിബ്ബിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുക കേട്ടോ. തുണിയുടെ നല്ല വശവും സിബ്ബിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സിബ്ബിൻ്റെ ആ പല്ല് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സിബ്ബ് വലിക്കുന്ന ഭാഗം, അത് എൻ്റെ കൈ വെച്ചിട്ടുള്ള ഈ സൈഡിലേക്ക് വരണം കേട്ടോ. അപ്പോൾ സിബ്ബിനെ ഒന്ന് മെല്ലെ പിരിച്ചു കൊടുത്തിട്ട് വേണം ഒന്നിങ്ങനെ തിരിച്ച് വെക്കുമല്ലോ, അതേപോലെ വെച്ചിട്ട് പല്ല് ഭാഗം നമുക്ക് തുണിയുടെ ഭാഗത്തേക്കും തയ്ക്കുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ പൊളിച്ച ഭാഗം ഉണ്ടല്ലോ തയ്ക്കാനുള്ള ഭാഗം, ആ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ ആ സിബ്ബിൻ്റെ അടിവശം ഒന്നിങ്ങനെ പിരിഞ്ഞിരിക്കും, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ മറിച്ചിട്ടാൽ ശരിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ സിബ്ബ് ഓപ്പൺ ചെയ്തിട്ട് തുണിയുടെ നല്ല വശവും സിബ്ബിൻ്റെ നല്ല വശവും ഒരുപോലെ വെച്ചിട്ട് സിബ്ബിൻ്റെ പല്ല് വശം
നമ്മൾ തുണിയുടെ ഭാഗത്തേക്ക്, അതായത് എൻ്റെ കൈ ഇരിക്കുന്ന ഭാഗത്തേക്ക് പല്ല് വശവും തയ്ക്കുന്ന ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗത്തേക്കുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിബിനെ ഒന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വരും കേട്ടോ. പിന്നെ നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഉള്ളിലേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവും കേട്ടോ. അപ്പം ഞാൻ അടിവശം എന്താണോ ഇങ്ങനെയെന്നൊന്നും വിചാരിക്കണ്ട. എന്നിട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും. അപ്പോൾ ഇതേപോലെ ഒരു പിന്ന് സിബിനെ അങ്ങനെ പിരിച്ച് വെച്ചതിന് ശേഷം ഒരു പിന്ന് രണ്ട് സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ അഴിച്ചഴിച്ച് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിബിൻ്റെ ആ മുകളിലുള്ളൊരു വശം ഉണ്ടാവുമല്ലോ, നമുക്ക് സിബ് ലോക്കാവുന്ന ഒരു ഭാഗം, അതല്ലാത്ത ഭാഗം മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. കറക്റ്റ് ആ ഇതാവുന്ന ഭാഗം ഉണ്ടല്ലോ, ക്ലോസ് ചെയ്യുന്ന ഭാഗം അവിടെ തുണിയോട് ചേർത്ത് വെക്കുക കേട്ടോ. മുകൾ വശമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതേപോലെ പിന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മെല്ലെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിവശം അങ്ങനെ പിരിഞ്ഞിരിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വിചാരിച്ചിട്ട് ഇനി വെച്ചത് ശരിയാവാഞ്ഞിട്ടാണോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. അത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മറിച്ചിട്ടാൽ ശരിയാവും. ഇനി നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നന്നായി വലിച്ചു പിടിച്ചിട്ട് മാക്സിമം നമ്മൾ ആ എന്താ പറയുക പല്ലുണ്ടല്ലോ സിബിൻ്റെ, അതിൻ്റെ അടുത്ത് കൂടെ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫൂട്ട് ഒറ്റ സൈഡുള്ള ഫൂട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫൂട്ടൊന്നും മാറ്റിയിട്ടില്ല. ആദ്യം നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് പിച്ചടിച്ചു കൊടുക്കുക കേട്ടോ, ഒറ്റയടി. എന്നതിന് ശേഷം നമുക്ക് ഒരടി കൂടി അടിച്ചു കൊടുക്കാം. അത് ഒന്നും കൂടെ സിബിനെ ഇങ്ങനെ അകത്തി പിടിച്ചിട്ട് ആ അടുത്ത് കൂടെ തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ടിങ് ഒറ്റടി ഉണ്ടല്ലോ, ആദ്യം അടിക്കുന്ന അടി, അത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അത്രയും അടുത്ത് കൂടെ നമുക്ക് തയ്ക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് എടുത്താൽ മതി, നൂല് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ അവിടെ ലോക്ക് ചെയ്യുക കെട്ടിടുക ഒന്നും ചെയ്യണ്ട. ലാസ്റ്റ് വരെ ഒന്ന് സ്ട്രൈറ്റായിട്ട് അടിച്ച് പോയിട്ട് അവിടെ നിന്ന് നൂല് വെട്ടിയെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ അടിച്ചിട്ട് അതേപോലെ ലാസ്റ്റ് എത്തുമ്പോൾ ചെരിച്ചടിക്ക് കെട്ടിടുകയൊന്നും ചെയ്യേണ്ട ലാസ്റ്റ് കേട്ടോ. നേരെ അടിച്ച് പോയിട്ട് അവിടെ നിർത്തി കൊടുക്കുക ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം നമ്മൾ സിബിൻ്റെ അടുത്ത് കൂടെ, ആ പല്ലിൻ്റെ അടുത്ത് കൂടെ തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുക. ഒറ്റയടിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത്രയും ഫിനിഷിങ്ങിൽ കിട്ടൂല. അപ്പോൾ നമുക്ക് ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അടുത്ത് കൂടെ അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫൂട്ട് വൺ സൈഡ് ഫൂട്ടാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ ലാസ്റ്റ് എത്തിയപ്പോൾ ഞാനവിടെ നിർത്തി നൂല് വെട്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ, സിബ് കറക്റ്റായെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പിരിഞ്ഞ ഭാഗം അത് ഉള്ളിലേക്ക് ഞാൻ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിബ് ഞാൻ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് സിബാണ് അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ നമുക്ക് മാക്സിമം നല്ല അടുത്ത് കൂടെ അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് സാധാ മെഷീനിൽ ഇപ്പോൾ ഇത്രയും സിബ് അടുത്ത് കൂടെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കഴിയുന്നതും ഒറ്റ ഫൂട്ടുണ്ടെങ്കിൽ അതിൽ അടിക്കാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സാധാ മെഷീനിൽ ഒറ്റ തയ്ക്കൽ തയ്ച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നമുക്കിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിബ് വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയില്ല എന്ന് വെച്ച് മടിച്ചിരിക്കേണ്ട, 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും തീർച്ചയായിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാടായി വീഡിയോ ഇട്ടിട്ട് പനി സുഖമില്ലാത്തൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ, ചുമയും പനിയും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിൻ്റെ മുകൾ വശം കാണുന്ന ആ സിബ് മേലേക്ക് ബാലൻസ് നിൽക്കുന്നതുണ്ടല്ലോ, അത് നമുക്ക് നെക്ക് വെക്കുമ്പോൾ കവർ ചെയ്ത് പോകും കേട്ടോ. നെക്ക് നമ്മളിതിന് വെച്ചിട്ടില്ല, സിബ് വെച്ചതിന് ശേഷമാണ് നെക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയണേ, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം.